ഹായ് ഓൾ. ദുബായിൽ പലർക്കും അറിഞ്ഞൂടെ എങ്ങനെയാണ് ഗോൾഡൻ വിസ കിട്ടുന്നത്. ശരിക്കും സെലിബ്രിറ്റീസിന് മാത്രമാണോ ഗോൾഡൻ വിസ കിട്ടുന്നത്? അല്ല, സെലിബ്രിറ്റീസിന് മാത്രമല്ല ഗോൾഡൻ വിസ കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ ദുബായിൽ ഒരു ഗോൾഡൻ വിസ കിട്ടാം. എങ്ങനെയാണ് ഗോൾഡൻ വിസ കിട്ടുന്നത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. എൻ്റെ വീഡിയോ നിങ്ങൾ പുതിയതാണെങ്കിൽ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ആദ്യമൊക്കെ ദുബായിൽ ഒരു ഗോൾഡൻ വിസ കിട്ടണമെന്ന് പറഞ്ഞാൽ മിനിമം 5 മില്യൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിലും ദുബായിൽ നടക്കണം. അതായത് നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു 12 crore എബോവ് നമ്മൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഗോൾഡൻ വിസ കിട്ടൂ. അതുപോലെ തന്നെ ഗോൾഡൻ വിസ വേറെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് സിനിമ ഫീൽഡിലുള്ള അതായത് സെലിബ്രിറ്റീസിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെ പ്രൊഫഷണൽസിന് മാത്രമാണ് ഗോൾഡൻ വിസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഗോൾഡൻ വിസയുടെ എലിജിബിലിറ്റി എല്ലാം ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് 2 മില്യൻ്റെ പ്രോപ്പർട്ടി ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ വിസ കിട്ടും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, 2 മില്യൺ ഒരുമിച്ച് കൊടുക്കേണ്ടത്. നിങ്ങൾ ഒരു ഓഫ് പ്ലാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് 20% ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഗോൾഡൻ വിസ ഓൾറെഡി എലിജിബിൾ ആവും. അതായത് നമ്മൾ നാട്ടിൽ വെച്ച് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 4.6 CR നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ 20% ഡൗൺ പേയ്മെൻറ്റ് നാട്ടിൽ വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 lakh കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗോൾഡൻ വിസയ്ക്ക് എലിജിബിൾ ആവും. നിങ്ങൾ ദുബായിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഫ്രീ ടാക്സ് ആണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നതിന് നമുക്ക് എന്തായാലും നല്ല ടാക്സ് വേണം. ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ടാക്സ് ഒന്നുമില്ല. നമ്മളൊരു ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 4% അടയ്ക്കുമ്പോഴത്തേക്ക് പ്രോപ്പർട്ടി നമ്മളുടെ പേരാവും. അതായത് 20% ഡൗൺ പേയ്മെൻറ്റും 4% DLD അടയ്ക്കുന്നതോടുകൂടി പ്രോപ്പർട്ടി നമ്മുടെ പേരെല്ലാം. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഗോൾഡൻ വിസയ്ക്ക് എലിജിബിൾ ആവും. അതുപോലെ തന്നെ പലർക്കുള്ള സംശയമാണ് ഗോൾഡൻ വിസ കിട്ടാനായിട്ട് ദുബായിൽ വരണമെന്ന്. ശരിക്കും നിങ്ങൾ ദുബായിൽ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, നിങ്ങൾ എക്സാമ്പിൾ പറയുന്നത് UK, കാനഡ എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ ഗോൾഡൻ വിസ കിട്ടാൻ നിങ്ങൾ ഒരിക്കലും ദുബായിൽ വരണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു 20% ഡൗൺ പേയ്മെൻറ്റും അതുപോലെ തന്നെ 4% അടയ്ക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഗോൾഡൻ വിസയ്ക്ക് എലിജിബിൾ ആവും. സോ നിങ്ങൾക്ക് ഇപ്പോഴും സംശയം കാണും ഗോൾഡൻ വിസ കിട്ടാനേ ദുബായിൽ വരണമെന്ന്. സോ ദുബായിൽ വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, 24% ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു ഗോൾഡൻ വിസയ്ക്ക് എലിജിബിൾ ആവും. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഗോൾഡൻ വിസ കിട്ടാനായിട്ട് 1 year വെയിറ്റ് ചെയ്യണമെന്ന്. ശരിക്കും നിങ്ങൾ 1 year വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് നിങ്ങൾ ഓഫ് പ്ലാൻ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് ജസ്റ്റ് 24%, അതായത് 20% ഡൗൺ പേയ്മെൻറ്റും 4% എന്ത് ചെയ്യുക, നമ്മൾ DLD അടയ്ക്കുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യുക, ഗോൾഡൻ വിസയ്ക്ക് എലിജിബിൾ ആവും. ശരിക്കും ഇതിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 1 week മതി നിങ്ങൾക്ക് ഒരു ഗോൾഡൻ വിസയ്ക്ക് എലിജിബിൾ ആവാൻ. എൻ്റെ അടുത്താണ് നിങ്ങളൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നതിൽ മാക്സിമം പോയാൽ ഒരു 1 weekനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഗോൾഡൻ വിസ എടുത്ത് തരും. ശരിക്കും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് അതിനുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മുടെ പൈസ എപ്പോഴും ഇവിടെ സേഫ് ആയിരിക്കും. കാരണം ദുബായ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എപ്പോഴും ഒരു സെക്യൂർ ആൻഡ് സേഫ് ഇവിടെ കൊടുക്കും. സോ ഇതിന് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ അതുവരേക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.